ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പം ഇന്ന് ഒരു ദിവസം മുഴുവൻ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ എണീച്ച ഉടനെ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ ചൂടുവെള്ളം കുടിക്കും. ചെറിയ ചൂടുവെള്ളം അത് ചിയ സീഡ്സും ലെമണൊക്കെ ഇട്ടിട്ട് അത് ഞാൻ കുടിക്കും. അത് ഈ അടുത്ത് കുറച്ചായിട്ടേ ഉള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബട്ട് അതൊരു നല്ല ഇതാണ്, എനിക്ക് അതിൻ്റെ ഒരു വ്യത്യാസവും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ടാക്കാം. രാവിലെ എണീച്ച് എനിക്കിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചൂടുവെള്ളം കുടിക്കുമ്പം പതുക്കെ സിപ്പ് ബൈ സിപ്പ് കുടിക്കുന്നതാണല്ലോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പതുക്കെ കുടിക്കുമ്പോൾ അതും നമുക്ക് രണ്ട് ഗുണങ്ങളും ഒരുപോലെ കിട്ടും. നമുക്കൊന്ന് പുറത്തെ കാഴ്ചകൾ എൻജോയ് ചെയ്യാനും പറ്റും, അതേസമയം നമ്മൾ ചൂടുവെള്ളം പതുക്കെ പതുക്കെ കുടിക്കുകയും ചെയ്യും. അല്ലാത്ത സമയങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് നമ്മുടെ അടുത്ത ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ധൃതി വെച്ചിട്ട് കുടിച്ച് അതൊന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കും. അപ്പം ഇത് ഇങ്ങനെ ചെയ്യണത് ഒരു നല്ലൊരു കാര്യമാണ്. ഹായ്, അപ്പോൾ ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിപ്പോൾ ഉള്ളത് പുട്ടും പഴവും പിന്നെ പപ്പടം. എനിക്ക് ബേസിക്കലി ഇഷ്ടം പുട്ടും പഞ്ചസാരയും പഴമാണ് ഇഷ്ടം. പപ്പടം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 2 വറുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാം. എന്നും ഇങ്ങനെ സെയിം ഉണ്ടാവാറില്ല, പക്ഷെ പുട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഗോതമ്പ് പുട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ദോശയും ചിലപ്പോൾ ഗോതമ്പ് പുട്ട് അങ്ങനെയൊക്കെ മാറി മാറി, ചിലപ്പോൾ ചപ്പാത്തി, അങ്ങനെ രാവിലെ പൊതുവെ കഴിക്കാം. എന്നാൽ ശരി, ഞാൻ കഴിക്കട്ടെ. നമുക്ക് ഉച്ചയ്ക്ക് എന്താ കഴിക്കാം നമുക്ക് കാണാം. ഓക്കെ, ഹായ്. അപ്പം ഞാനിപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1:45 നമുക്കപ്പോൾ ഫുഡ് കഴിക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ചോറുണ്ട്, കടലക്കറി, ബീൻസ് മെഴുകുരട്ടി, മുട്ട വറുത്തത്. അപ്പം നമുക്ക് കഴിച്ചാലോ. അപ്പോൾ ഇപ്പോൾ സമയം മണി 6:30 ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ചായക്കുള്ളത് കട്ടൻ ചായയും കുറച്ച് ചിപ്സുമാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് പുറത്തെ കാഴ്ചയൊക്കെ കണ്ടൊന്ന് കട്ടൻ ചായയും കുടിച്ച് ചിപ്സൊക്കെ ഒന്ന് കഴിക്കാം. എന്നിട്ട് എനിക്ക് കുറച്ചൊന്ന് നടക്കാൻ പോകണം. ഞാൻ വൈകുന്നേരം കുറച്ച് നടക്കാനൊക്കെ ഒന്ന് പോവും. നടന്നിട്ട് വന്നിട്ട് പിന്നെയാണ് ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുക. അപ്പം നമുക്ക് ചായ കുടിച്ചാലോ. അങ്ങനെ ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫുഡ് രാത്രിത്തെ 2 ദോശയും കടലക്കറിയും, ഉച്ചക്കത്തെ കടലക്കറി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും കഴിക്കുന്നത്. ഞങ്ങൾ സാധാരണ വൈകുന്നേരം പലഹാരം തന്നെ കഴിക്കാം കൂടുതലും. കാരണം ചോറൊക്കെ വല്ലപ്പോഴും രാത്രി കഴിക്കുകയുള്ളൂ. കൂടുതലും ഞങ്ങൾ പ്രിഫർ ചെയ്യണത്, കാരണം ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും പലഹാരം കൂടുതൽ ഇഷ്ടം രാത്രി സമയങ്ങളിൽ. ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ്, വൈകുന്നേരം പലഹാരം തന്നെ മോസ്റ്റ്ലി കഴിക്കുക. അപ്പം നാട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പം ശരിയെന്നാൽ ഞാൻ കഴിക്കട്ടെ. ഇപ്പം മണി 10:30. അപ്പം അങ്ങനെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്, രാത്രിത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി ഗ്രീൻ ടീ കുടിക്കും. ഇപ്പോൾ അടുത്ത് കുറച്ചായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. കാരണം ഇതിപ്പോൾ കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. ലൈക്ക് എനിക്കിപ്പോൾ ഡൈജഷൻ മീൻസ് ഗ്രീൻ ടീ നമ്മളിപ്പോൾ രാത്രി ചോറ് കഴിച്ചിട്ട് ചെറിയ ചൂടോടൊക്കെ കുടിക്കുമ്പം നല്ല ഡൈജഷനൊക്കെ നല്ലോണം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നോർമൽ ഡേയ്സിലൊക്കെ എൻ്റെ ഫുഡൊക്കെ ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ചില സമയത്ത് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചില മാറ്റം വരും, അത്രയേ ഉള്ളൂ. ബാക്കി ഫുഡൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ തന്നെ ഡിഷസ് മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. പിന്നെ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.